കാന്തി എന്റേതു മാത്രമാണ്. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് സച്ചിൻ പറഞ്ഞു. ഒരു കുന്നിൻപുറത്തിരുന്ന് കൂട്ടുകാരുമൊത്ത് മദ്യപിക്കുകയായിരുന്നു സച്ചിൻ. ഇനിയും നിന്റെ പഴയ നമ്പറൊന്നും അവിടെ ചിലവാവില്ല എന്റെ സച്ചിയ. ആ ഡോക്ടർ അവളെ കെട്ടിയാൽ പിന്നെ നീ മോയേ 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 മോയേ. സച്ചിനെ കളിയാക്കിക്കൊണ്ട് അവന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അത് കേട്ട് മറ്റു കൂട്ടുകാരെല്ലാം പൊട്ടിച്ചിരിച്ചു. കൂട്ടുകാരുടെ പരിഹാസം നിറഞ്ഞ ചിരി സച്ചിനിൽ അസ്വസ്ഥതയുണ്ടാക്കി. ദേഷ്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ മദ്യക്കുപ്പി എടുത്ത് കളിയാക്കിയ സുഹൃത്തിന്റെ തലയിൽ ആഞ്ഞടിച്ചു. അങ്ങനെ 2 ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. കാന്തിയുടെ വീട്ടിൽ. കാന്തി പെണ്ണേ, നീ ഒരു വിശേഷം അറിഞ്ഞോ? നമ്മുടെ സച്ചിനില്ലേ, അവന് നല്ല ഒന്നാന്തരം പണി കിട്ടിയടി. ദീപ്തി കാന്തിയോടായി പറഞ്ഞു. എന്തു പണി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. നല്ല അടാറ് പണി, 8ന്റെ പണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ടു. ദീപ്തി പറഞ്ഞു. നീ സസ്പെൻസ് ഇടാതെ കാര്യം പറയേണ്ട ദീപ്തി. കാന്തി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. കിടന്ന് പിടയ്ക്കാതെടി പെണ്ണേ. സച്ചിനില്ലേ, വെള്ളമടിച്ച് ബോധമില്ലാതെ മദ്യക്കുപ്പി എടുത്ത് അവന്റെ ഏതോ ഒരു കൂട്ടുകാരന്റെ തലക്കടിച്ചെന്ന്. ആ കൂട്ടുകാരന്റെ ജീവിതം തീരുമാനമായെന്നാ അറിഞ്ഞത്. 12 സ്റ്റിച്ചാണ് തലയ്ക്ക്. ആ പയ്യൻ വെന്റിലേറ്ററിലാണ്. രക്ഷപ്പെടുന്ന കാര്യം സംശയമാടി. അതുമാത്രവുമല്ല, ഇവൻ കൂട്ടുകാരനെ തല്ലുന്നത് കണ്ട് ദേഷ്യം വന്ന മറ്റു കൂട്ടുകാരെല്ലാവരും കൂടി സച്ചിനെ തല്ലി ഒരു പരുവമാക്കിയെന്നാ കേൾക്കുന്നത്. അവനും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. 2 കൈയും 2 കാലും ഒടിഞ്ഞിട്ടുണ്ട്. മണൽക്കിഴിയൊക്കെ തൂക്കിയിട്ടാണ് അവന്റെ കിടപ്പ്. മിക്കവാറും ആശുപത്രിയിൽ നിന്നും ഇറങ്ങുമ്പോൾ നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. ദീപ്തി പറഞ്ഞു. ആണോ? വെറുതെയല്ല, ഇപ്പോൾ ആ അജ്ഞാതന്റെ കോള് വരാറില്ല. ഇനി ഇവനാണോ എന്നെ വിളിച്ചിരുന്നത് എന്നറിയില്ല. മഹാദേവൻ സാറ് ആ ക്യാമറകളൊക്കെ എടുത്തു മാറ്റിയതിൽ പിന്നെ ഒരു കോള് പോലും വന്നിട്ടില്ല, കാന്തി പറഞ്ഞു. ഏതായാലും സംഭവിച്ചതൊക്കെ നല്ലതിന്. അയാളെ കൊണ്ടുള്ള ശല്യം തീർന്ന സ്ഥിതിക്ക് നിനക്കിനി ധൈര്യമായിട്ട് ഡോക്ടറുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചുകൂടെ? നിനക്ക് പറ്റിയ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് സാറ്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. സാറിനെ കാണുമ്പോൾ ഒരു മുരടനായി തോന്നുമെങ്കിലും ആളുടെ മനസ്സ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ദീപ്തി കാന്തിയെ ഉപദേശിച്ചു. പിന്നൊരു കാര്യം, വേഗം കല്യാണം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കൊള്ളണം. എന്നിട്ട് വേണം ആകാശേട്ടന് വിവാഹം കഴിക്കാൻ. ദീപ്തി അല്പം നാണത്തോടെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയിക്കൊള്ളാം. എന്റെ ഏട്ടൻ കല്യാണം കഴിക്കാത്തതിൽ നിനക്ക് എന്താടി പെണ്ണെ ഇത്ര ദണ്ണം ഉള്ളത്? ദേ പെണ്ണെ, ആകാശേട്ടനും നീയും ഒന്നും അറിയാത്തവരെ പോലെ ഇവിടെ കിടന്ന് കളിക്കുന്ന ടോം ആൻഡ് ജെറി ഉണ്ടല്ലോ, ആർക്കും മനസ്സിലാകില്ല എന്ന് കരുതണ്ടടി മോളെ. ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, കാന്തി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്ത് ടോം ആൻഡ് ജെറി? നീ എന്തൊക്കെയാടി കൊച്ചേ ഈ പറയണേ? ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് ദീപ്തി പറഞ്ഞു. അയ്യോ, ഒന്നും അറിയാത്ത പാവം. എന്റെ ആകാശേട്ടനെ കാണുമ്പോഴുള്ള നിന്റെ കണ്ണുകൊണ്ടുള്ള കഥ പറച്ചിലുണ്ടല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാകില്ലെന്നാണോ നീ കരുതിയത്? എന്തിനേറെ പറയുന്നു, ഓൾഡ് ജനറേഷനായ മുത്തശ്ശിക്ക് വരെ നിങ്ങളുടെ കഥകളി മനസ്സിലാകുന്നുണ്ട്, കാന്തി ദീപ്തിയെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. കാന്തിയുടെ വാക്കുകൾ കേട്ട് ദീപ്തി ഉമിനീറിറക്കി ചമ്മലോടെ തല കുനിച്ചു നിന്നു. നീ അധികം ചമ്മണ്ട. എന്റെ ഏട്ടനും ഭാവി ഏട്ടത്തെയും കൂടി നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരുന്നാൽ മതി, കാന്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നിന്റെ കാര്യമാണ്. അതിനെപ്പറ്റി സംസാരിച്ചാൽ മതി, തന്ത്രപൂർവ്വം വിഷയം മാറ്റിക്കൊണ്ട് ദീപ്തി പറഞ്ഞു. മഹാദേവൻ സാറിനെ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം സെറ്റാകും മോളെ, അവൾ കാന്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം കാന്തി മഹാദേവന് വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. വളരെ കുറച്ചാളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി കല്യാണമായിരുന്നു അത്. മഹാദേവന്റെ ഫാമിലിയിൽ നിന്നും വളരെ കുറച്ചാളുകൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. മഹേശ്വർ തന്റെ മകന് വിവാഹ സമ്മാനമായി 1 മാസത്തെ വിദേശ ഹണിമൂൺ ട്രിപ്പാണ് ഓഫർ ചെയ്തത്. അതും ഫിൻലാൻഡിലേക്ക്. 24 മണിക്കൂറും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെയാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് തന്നെ ഹണിമൂണിനെ പറ്റി അറിഞ്ഞതും ഗോപാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും മുഖം മങ്ങി. വിവാഹം കഴിഞ്ഞ് ഇന്ന് തന്നെ ടൂറ് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതും 1 മാസത്തേക്ക്. ഇനിയും ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നൊക്കെ പോവണ്ടേ? അതുമാത്രവുമല്ല, ചെറുക്കന്റെയും പെണ്ണിന്റെയും ആദ്യരാത്രി ഭർത്താവിന്റെ വീട്ടിൽ വെച്ചല്ലേ നടക്കേണ്ടത് എന്നൊക്കെ മുത്തശ്ശി പരിഭവമായി പറഞ്ഞു. എന്താണ് മുത്തശ്ശി ചടങ്ങ്? ഈ ചടങ്ങിലൊന്നും ഒരു കാര്യവുമില്ല. ഇവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടവർ.
വിവാഹം കഴിഞ്ഞ് 1 മാസം അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, പരസ്പരം മനസ്സിലാക്കട്ടെ. അതിനുശേഷം നമുക്ക് വിരുന്നുപോകൊക്കെ നടത്താം. 1 മാസത്തേക്ക് അവരെ അവരുടെ ലോകത്തേക്ക് വിടുക. അതുമാത്രമാണ് എന്റെ ഉദ്ദേശം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ഒറ്റയ്ക്ക് യാത്ര പോകാൻ ഞാനും സിമിയും ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്നത്തെ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അതുകൊണ്ടാണ് എന്റെ മകന് ഞാൻ ഇത്രയും വലിയ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. മഹേശ്വർ സന്തോഷത്തോടെ പറഞ്ഞു. മനസ്സിൽ വലിയ താല്പര്യമില്ലെങ്കിലും ഗോപാലകൃഷ്ണനും ഫാമിലിയും പിന്നെ അവർ ഹണിമൂൺ പോകുന്നതിനെ എതിർത്തില്ല. എന്നാൽ കാന്തിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് എന്റെ പെണ്ണിന്റെ മുഖത്തൊരു സങ്കടം? വീട്ടുകാരെ പിരിഞ്ഞ് എന്റെ കൂടെ വരുന്നത് കൊണ്ടാണോ? നോക്കൂ കാന്തി, നിന്റെ കാര്യത്തിൽ ഞാൻ അല്പം സ്വാർത്ഥനാണ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ മാത്രമായിരിക്കണം പ്രിയപ്പെട്ടവൻ. എന്നേക്കാൾ പ്രിയപ്പെട്ടതായി നിനക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ പാടില്ല. അത് നിന്റെ മാതാപിതാക്കളായാലും ശരി, സഹോദരങ്ങളായാലും ശരി. അത്രയ്ക്ക് ഞാൻ നിന്നെ പ്രണയിക്കുന്നു കാന്തി. മഹാദേവന്റെ വാക്കുകൾ കേട്ട് അല്പം ഭയത്തോടെ ഉമിനീരിറക്കിക്കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് എന്റെ കൊച്ചിന്റെ മുഖത്തൊരു ഭയം? ഈ സൈക്കോ ഭർത്താവിനെ ജീവിതകാലം മുഴുവൻ ഇനി സഹിക്കണമല്ലോ എന്നല്ലേ എന്റെ കൊച്ച് ആലോചിക്കുന്നത്? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു സൈക്കോ ആണെങ്കിലും അല്പം മനസാക്ഷിയുള്ളവനാണ്. വിവാഹം കഴിഞ്ഞുള്ള നമ്മുടെ ഹണിമൂൺ വിദേശത്തായിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ബന്ധങ്ങളുമില്ലാതെ നമ്മൾ മാത്രമായുള്ള ഒരു ജീവിതം. അതിനായാണ് ഞാൻ തന്റെ പാസ്പോർട്ടിന്റെ ഫോട്ടോ കോപ്പിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയത്. താൻ ഹാപ്പി ആയിരിക്കണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. മഹാദേവന്റെ വാക്കുകൾ അവൾക്ക് സാന്ത്വനമേകുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ചില ഭയം അവളുടെ മനസ്സിൽ നിഴലിച്ചു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി കാന്തി മഹാദേവനോടൊപ്പം 1 മാസത്തെ ഫിൻലാൻഡ് യാത്രയ്ക്ക് ഒരുങ്ങി. ഇന്ത്യയിൽ നിന്നും നേരിട്ട് ഫിൻലാൻഡിലേക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ ദുബായ് വഴിയാണ് പോകുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് അവരെ യാത്രയാക്കാൻ പോകുന്നത് ആകാശും ദീപ്തിയും കൂടിയാണ്. ആകാശായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. മഹാദേവൻ കോ ഡ്രൈവിംഗ് സീറ്റിലും കാന്തിയും ദീപ്തിയും പുറകിലായിരുന്നു ഇരുന്നിരുന്നത്. ഡ്രൈവ് ചെയ്തിരിക്കുമ്പോഴും ആകാശിന്റെ നോട്ടം മുഴുവൻ പുറകിലിരിക്കുന്ന ദീപ്തിയിലായിരുന്നു. ഫ്രണ്ടിലെ മിററിലൂടെ അവളെ നോക്കിക്കൊണ്ടായിരുന്നു അവൻ ഡ്രൈവ് ചെയ്തിരുന്നത്. ദീപ്തിയുടെ നോട്ടവും ആ മിററിലേക്ക് തന്നെയായിരുന്നു. പെട്ടെന്ന് അവളുടെ തുടയിൽ ശക്തമായ വേദന അനുഭവപ്പെട്ടു. അവൾ എരിവ് വലിച്ചുകൊണ്ട് കാന്തിയെ ദേഷ്യത്തോടെ നോക്കി. പിച്ചുനോടി പട്ടി. വേദന തോന്നിയ ഭാഗത്ത് തിരുമിക്കൊണ്ട് ദീപ്തി പറഞ്ഞു. കുറെ നേരമായല്ലോ രണ്ടിന്റെയും കഥകളി തുടങ്ങിയിട്ട്. ഇതേ കാറാണ്. ഞങ്ങളും കൂടി ഇതിലുണ്ടെന്നുള്ള ബോധം രണ്ടിനുമില്ല. കാന്തി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ഇത് എന്നോടല്ല പറയേണ്ടത്. നീ നിന്റെ ആങ്ങളയോട് പോയി പറയ് എന്നെ നോക്കണ്ട എന്ന്. എന്നാലും എന്റെ കാന്തി, നീ എന്റെ തൊലി എടുത്തെന്നാ തോന്നുന്നേ. എന്റെ തുട നീറിപ്പുകയുന്നുണ്ട്. നീ എന്ത് പിച്ചാടി ഈ പിച്ചിയത്? ഡ്രസ്സിന്റെ പുറത്തുകൂടി ആയിട്ടുകൂടി എന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. അവൾ തുടയിൽ അമർത്തി തിരുമിക്കൊണ്ട് പറഞ്ഞു. പരിസരബോധമില്ലാതെ പെരുമാറിയാൽ ഇനിയും എന്റെ കയ്യിൽ നിന്നും നിനക്ക് ഇതുപോലത്തെ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തി മുഖം തിരിച്ചിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? കല്യാണത്തിന്റെ അന്ന് തന്നെ ഹണിമൂണ് പോകുന്നു, അതും തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന രാജ്യത്തേക്ക്. നിന്റെ ഒരു ഭാഗ്യം. നിനക്കിനി കുറെ നാളത്തേക്ക് സ്വർഗമല്ലേ സ്വർഗം. എനിക്കിനി എന്നാണാവോ ഇനി ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുക? ഫിൻലാൻഡിലേക്കൊന്നും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേഗം തന്നെ കല്യാണം കഴിഞ്ഞ് കുളു മണാലി വഴി ഒരാഴ്ചയെങ്കിലും കറങ്ങിയടിച്ച് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ആഗ്രഹങ്ങളൊക്കെ എന്ന് നടക്കാനാണ്? പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നാളെ മുതൽ നീ സ്വർഗത്തിലായിരിക്കും. ഞാനാണെങ്കിൽ ഏതെങ്കിലും പേഷ്യന്റിന്റെ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ച് അവരെയും പരിചരിച്ച് കഴിയുന്നുണ്ടാകും. ദീപ്തി ദുഃഖത്തോടെ പറഞ്ഞു. ഒന്ന് പതുക്കെ പറയടി നാണമില്ലാത്തവളെ. പെണ്ണിന് വല്ലാത്ത ഇളക്കമാണല്ലോ. മഹാദേവൻ സാർ എങ്ങാനും കേട്ടാൽ പിന്നെ മാനം പോകും. കാന്തി ദീപ്തിയോടായി പറഞ്ഞു. ഓ, സാർ ഇപ്പോൾ സ്വപ്നലോകത്തിലായിരിക്കും. നീയുമായുള്ള ഫസ്റ്റ് നൈറ്റിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുകയായിരിക്കും. ദീപ്തി നാണത്തോടെ പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരുന്നേ എന്റെ ദീപ്തി. എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ഭയം തോന്നുന്നു. എന്തോ വലിയ ദുഃഖം വരാൻ പോകുന്നത് പോലെ. ഈ യാത്രയൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. കാന്തി അല്പം നിരാശയോടെ പറഞ്ഞു. മണ്ടി മരമണ്ടി. ഹണിമൂണ് പോകുമ്പോഴാണ് അവളുടെ ഒരു ഒലക്കമേലെ ദുഃഖം. ഈശ്വരാ, ഇവളുടെ തലയിൽ വരച്ച കോലുകൊണ്ട് എന്റെ മേലൊന്ന് എറിഞ്ഞിരുന്നെങ്കിൽ, ഇവളുടെ ഈ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആകാശത്തും ഭൂമിയിലും അല്ലാതെ നിന്നേനെ. ദീപ്തി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവർ എയർപോർട്ടിൽ എത്തിയിരുന്നു.
ആകാശ് ലഗേജ് എല്ലാം എടുത്ത് ഒരു ട്രോളി എടുത്തുകൊണ്ട് വന്ന് അതിൽ വെച്ചു. ഹാപ്പി ജേണി, ആകാശ് തള്ളവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പോയി ആഘോഷിച്ചിട്ട് വാ എന്റെ മോളെ എന്ന് പറഞ്ഞ് ദീപ്തി കാന്തിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. നിന്റെ ഈ റോസാപ്പൂ പോലെയുള്ള കവിളുകൾ ഈ മഹാദേവൻ സാർ കടിച്ചെടുക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ ശരീരം മൊത്തത്തിൽ കുളിരുന്നത്. കാന്തി കേൾക്കാൻ പാകത്തിന് അവളുടെ ചെവിയുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ദീപ്തി പറഞ്ഞു. ശവം, മോളധികം കുളിരണ്ട, പനി പിടിക്കും. പിന്നെ നീ ഈ മാസം ഒന്ന് അങ്ങ് ക്ഷമിക്ക്. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. അതിനു മുമ്പ് ആക്രാന്തമൊന്നും കാണിക്കാതിരുന്നാൽ മതി, കാന്തി പറഞ്ഞു. ദേ കാന്തി, നീ എന്നെ ഇങ്ങനെയാണോ കാണുന്നത്? ഞാനേ മനസ്സ് കല്ലാക്കിയിട്ടാ ജീവിക്കണേ. എന്റെ ദുഃഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, ദീപ്തി പറഞ്ഞു. മതി രണ്ടാളും വർത്തമാനം പറഞ്ഞത്. ഫ്ലൈറ്റിന് സമയമായില്ലേ? നീയും അളിയനും അകത്ത് കയറാൻ നോക്ക്. കാന്തിയും ദീപ്തിയും മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ആകാശ അവരോടായി പറഞ്ഞു. മഹാദേവനും കാന്തിയും അവരോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിനുള്ളിലേക്ക് കയറി. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ ശേഷം അവർ ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആകാശും ദീപ്തിയും സുഖമായി വീട്ടിൽ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിയിച്ചുകൊണ്ട് മഹാദേവൻ പറഞ്ഞു. മഹാദേവന്റെ വാക്കുകൾ കേട്ടതും കാന്തി ഒന്നും മനസ്സിലാകാത്ത പോലെ അവനെ നോക്കി. താൻ എന്റെ മുമ്പിൽ ഒന്നും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കൊന്നും വേണ്ട. കാറിലെ കഥകളി ഞാനും കണ്ടതാ. നമ്മൾ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ആരെയും പേടിക്കണ്ട, അവൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. മഹാദേവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ താഴേക്ക് നോക്കി ചമ്മലോടെ ചിരിച്ചു. ചമ്മല് മാറ്റാനായി അവൾ ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം അവളുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ഗുഡ് ബൈ ചെകുത്താൻ. ഈ മെസ്സേജ് കണ്ടതും അവളുടെ ശരീരമാകെ വിറച്ചുപോയി.